പാകിസ്ഥാൻ എപ്പോഴെങ്കിലും സമാധാനമായി ഇരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ ചരിത്രത്തിലെ ഏറ്റവും കടുത്തൊരു ആഭ്യന്തര യുദ്ധത്തിലേക്ക്, ചോര ചിന്തുന്ന യുദ്ധമല്ല, ഒരു സാമ്പത്തിക വടംവലിയിലേക്ക് പോവുകയാണ് എന്നാണ്. ഒരു വശത്ത് ദാരിദ്ര്യവും പണപ്പരുവവും മൂലം ശ്വാസം മുട്ടുന്ന പാവം ജനങ്ങൾ, മറുവശത്ത് രാജ്യം പാപ്പരാവാതിരിക്കാൻ കടം തന്ന അന്താരാഷ്ട്ര നാണയനിധി IMFന്റെ കടുത്ത നിബന്ധനകൾ. ഇതിനെല്ലാം അപ്പുറം രാജ്യത്തെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്ന പാക് സൈന്യത്തിന്റെ അത്യാഗ്രഹങ്ങൾ. തോക്കിൻ മുനയിൽ നിൽക്കുന്ന പാക് ഖജനാവിന്റെയും അവിടെ ഷഹബാസ് ഷെരീഫ് സർക്കാർ നേരിടുന്ന കടുത്ത അഗ്നിപരീക്ഷയുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തൊട്ടടുത്ത അയൽരാജ്യമായ ഇറാനിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ആഘാതങ്ങൾ പശ്ചിമേഷ്യയും ദക്ഷിണേഷ്യയും ഒരുപോലെ ഉലയ്ക്കുകയാണ്. ഇതിനിടയിലാണ് പാകിസ്ഥാനിൽ നിന്ന് അടുത്ത ബജറ്റിനെ കുറിച്ചുള്ള ഒരു വമ്പൻ വാർത്ത വരുന്നത്. എന്താണ് പാക് സൈന്യത്തിന്റെ പുതിയ ആവശ്യം? IMF എന്തുകൊണ്ടാണ് പാകിസ്ഥാന് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്? പരിശോധിക്കാം. ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാക്കിയ കടുത്ത സൈനിക ആഘാതങ്ങളിൽ നിന്നും സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്നും പാകിസ്ഥാൻ ഇനിയും പൂർണ്ണമായി മുക്തമായിട്ടില്ല. ഇപ്പോഴിതാ വരാനിരിക്കുന്ന 2026-27 സാമ്പത്തിക വർഷത്തെ പ്രതിരോധ ബജറ്റിൽ വൻ വർധനവ് വേണമെന്ന ആവശ്യവുമായി പാക് സൈന്യം രംഗത്തെത്തിയിരിക്കുകയാണ്. വിദേശ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഡിപ്ലോമാറ്റിക് റിപ്പോർട്ടുകൾ പ്രകാരം ഇത്തവണ തങ്ങളുടെ വിഹിതത്തിന്റെ 20 മുതൽ 25% വരെ വർധനവാണ് ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള സൈനിക നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോഴാണ് സൈന്യത്തിന് അത്യാധുനിക ആയുധങ്ങൾ വാങ്ങാൻ ഈ കോടികൾ ചോദിക്കുന്നത്. ഈ കടുത്ത സമ്മർദ്ദം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും അദ്ദേഹത്തിന്റെ ധനകാര്യ മന്ത്രാലയത്തെയും വലിയൊരു കത്രികപ്പൂട്ടിലാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ചരിത്രം പരിശോധിച്ചാൽ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെക്കാൾ എപ്പോഴും മുൻഗണന ലഭിച്ചിട്ടുള്ളത് സൈന്യത്തിനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ 2025 സാമ്പത്തിക വർഷത്തിലും സമാനമായ രീതിയിൽ രാജ്യം കടുത്ത പണപ്പെരുപ്പവും വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലെ കുറവും നേരിടുമ്പോൾ പ്രതിരോധ ബജറ്റ് 20% വർദ്ധിപ്പിച്ചിരുന്നു. അന്ന് ജനങ്ങൾക്ക് മേൽ കടുത്ത നികുതി ഭാരം അടിച്ചേൽപ്പിച്ചാണ് സർക്കാർ സൈന്യത്തിന് പണം കണ്ടെത്തിയത്. ഇത്തവണയും അതിനുള്ള നീക്കമാണ് നടക്കുന്നത്. അടുത്ത മാസം ഫെഡറൽ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ പാക് ധനകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ പ്രകാരം സൈന്യത്തിന്റെ ഈ ആവശ്യം പൂർണ്ണമായി അംഗീകരിക്കാൻ സർക്കാരിന് കഴിയില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ പരമാവധി 5 മുതൽ 7% വരെയുള്ള ഒരു വർധനവ് മാത്രമേ മന്ത്രാലയം ആലോചിക്കുന്നുള്ളൂ. എന്നാൽ രാഷ്ട്രീയ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ ഒരു മടിയുമില്ലാത്ത പാക് സൈന്യത്തെ പിണക്കിക്കൊണ്ട് എത്രത്തോളം മുന്നോട്ട് പോകാൻ ഷഹബാസ് ഷെരീഫിന് സാധിക്കുമെന്നത് കണ്ടു തന്നെ അറിയണം. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തിയിലെ സുരക്ഷാ വെല്ലുവിളികൾ ചൂണ്ടിക്കാണിച്ചാണ് സൈന്യം തങ്ങളുടെ ബജറ്റ് വർധനവിനെ ന്യായീകരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയേക്കാൾ സ്വന്തം മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭദ്രതയ്ക്കാണ് സൈന്യം മുൻഗണന നൽകുന്നത്. ഇവിടെയാണ് IMFന്റെ എൻട്രി. പാകിസ്ഥാൻ ഇന്നും ഒരു പരമാധികാര രാഷ്ട്രമായി നിലനിൽക്കുന്നത് IMF നൽകുന്ന വലിയ സാമ്പത്തിക സഹായ പാക്കേജുകൾ കൊണ്ടാണ്. രാജ്യം കടക്കെണിയിലായി പൂർണ്ണമായി തകരാതിരിക്കാൻ IMF പ്രതിനിധി സംഘം ഇപ്പോൾ ഇസ്ലാമാബാദിൽ ക്യാമ്പ് ചെയ്ത് വരാനിരിക്കുന്ന ബജറ്റിന്റെ ചട്ടക്കൂടുകളെ കുറിച്ച് ചർച്ചകൾ നടത്തി വരികയാണ്. നികുതി വരുമാനം വർദ്ധിപ്പിക്കുക, അത്യാവശ്യമല്ലാത്ത സബ്സിഡികൾ നിർത്തലാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾക്കൊപ്പം IMF ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്നത് പ്രതിരോധ ചെലവുകൾ വെട്ടിച്ചുരുക്കണമെന്നാണ്. പാകിസ്ഥാന്റെ ദുർബലമായ സാമ്പത്തിക അടിത്തറയെ തകർക്കുന്ന പ്രധാന ഘടകം ഉൽപാദനക്ഷമമല്ലാത്ത ഇത്തരം സൈനിക ചെലവുകളാണ് എന്ന് IMF തുറന്നടിച്ചിട്ടുണ്ട്. കൂടുതൽ കടം വേണമെങ്കിൽ സൈന്യത്തിന്റെ ചെലവുകൾക്ക് മൂക്ക് കയറിടണമെന്ന് അന്താരാഷ്ട്ര നാണയനിധി വ്യക്തമാക്കുമ്പോൾ ധനകാര്യ മന്ത്രാലയം കടുത്ത സമ്മർദ്ദത്തിലാണ്. ഈ സാമ്പത്തിക തർക്കങ്ങൾ കേവലം ഒരു ബജറ്റ് ചർച്ച മാത്രമല്ല, മറിച്ച് പാകിസ്ഥാനിലെ ജനാധിപത്യവും സൈന്യവും തമ്മിലുള്ള യഥാർത്ഥ അധികാര സമരത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. സാധാരണക്കാരായ ജനങ്ങൾ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ടും അതുപോലെ തൊഴിലില്ലായ്മ കൊണ്ടും വലയുമ്പോൾ ബജറ്റിലെ വലിയൊരു പങ്ക് തോക്കുകളും മിസൈലുകളും വാങ്ങാൻ മാറ്റിവെക്കുന്നതിനെതിരെ ജനങ്ങൾക്കിടയിൽ കടുത്ത അതൃപ്തിയുണ്ട്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പുറത്താക്കലിന് ശേഷം രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ ഭിന്നതകൾ ഈ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുന്നു. ജനപിന്തുണയില്ലാത്ത ഷഹബാസ് ഷെരീഫ് സർക്കാരിന് സൈന്യത്തിന്റെ പിന്തുണയില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന അവസ്ഥയെ ജനറൽ അസീം മുനീർ തന്റെ സ്വന്തം താൽപര്യങ്ങൾക്കായി കൃത്യമായി ഉപയോഗിക്കുകയാണ്. പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിച്ചാൽ അത് ജനങ്ങളുടെ മേൽ കൂടുതൽ നികുതി അടിച്ചേൽപ്പിക്കുന്നതിന് കാരണമാകും. ഇത് സർക്കാരിനെതിരെയുള്ള ജനരോഷം വർദ്ധിപ്പിക്കുകയും അതേസമയം ബജറ്റ് വെട്ടിക്കുറച്ചാൽ അത് സൈന്യത്തിന്റെ കടുത്ത നടപടികൾക്കും അട്ടിമറിക്കും കാരണമാകും. ഈ 2 വഴികളും ഷഹബാസ് ഷെരീഫ് സർക്കാരിന് ഒരുപോലെ അപകടകരമാണ്, അല്ലെങ്കിൽ ഒരു ഡെഡ് എൻഡ് ആണെന്ന് പറയണം. പാകിസ്ഥാൻ നേരിടുന്ന ഈ പ്രതിസന്ധി ആ രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഇന്ത്യ ഉൾപ്പെടുന്ന ദക്ഷിണേഷ്യൻ മേഖലയുടെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. കാരണം ആണവായുധങ്ങളുള്ള ഒരു രാജ്യം സാമ്പത്തികമായി പാപ്പരാവുകയും അവിടുത്തെ ഭരണം പൂർണ്ണമായി സൈന്യത്തിന്റെയോ അല്ലെങ്കിൽ അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകളുടെയോ നിയന്ത്രണത്തിലാവുകയും ചെയ്യുന്നത് ലോകത്തിന് തന്നെ വലിയൊരു ഭീഷണിയാണ്.
സൈന്യത്തിന് കൂടുതൽ പണം നൽകാൻ തക്കവണ്ണം ശക്തമല്ല പാകിസ്ഥാന്റെ സാമ്പത്തിക അവസ്ഥ എന്ന് അവിടുത്തെ ഭരണാധികാരികൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. തോക്കുകൾ കൊണ്ട് ജനങ്ങളുടെ വിശപ്പ് മാറ്റാൻ കഴിയില്ല എന്ന പ്രായോഗിക സത്യം പാക് മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് മനസ്സിലാക്കണം. IMF മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിരോധ ചെലവുകൾ നിയന്ത്രിക്കുകയും ആ പണം രാജ്യത്തിന്റെ അടിസ്ഥാന വികസനത്തിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഉപയോഗിക്കുകയും ചെയ്താൽ മാത്രമേ പാകിസ്ഥാന് ഈ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. വരാനിരിക്കുന്ന ബജറ്റിൽ ഷെഹബാസ് ഷെരീഫ് സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ പാകിസ്ഥാന്റെ വരും വർഷങ്ങളിലെ രാഷ്ട്രീയ സാമ്പത്തിക ഭാവിയെയും അവിടുത്തെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനെയും നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.